ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്താന്ന് വെച്ചാല് 91,000 നമ്മളെ സ്വർണത്തിനായിട്ടുള്ളത്. 1,00,000 അരികെ എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റാണ് സ്വർണം എന്നല്ലേ. സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില 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 വില. ഒരു 2 മാസം മുന്നേ വരെ ഈ സ്വർണത്തിന് ഏകദേശം ഒരു 70,000. ആ സാധനം ഇന്ന് 91,000 എത്തിക്കുകയാണ്. ഏ പാവപ്പെട്ട ഒരുപാട് ആൾക്കാര് കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്ന് ഇരിക്കുന്ന സാഹചര്യത്തില് ഒരു കല്യാണത്തിനും കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും സ്വന്തം മക്കൾക്ക് കൊടുക്കണം കല്യാണ ഗിഫ്റ്റായിട്ട് എന്നൊക്കെ വിചാരിച്ച് സ്ത്രീധനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണ്ടായിരുന്നു. സ്ത്രീധനത്തിന്റെ കാര്യമൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീധനം പറയാ മേടിക്കുക അങ്ങനത്തതൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി മക്കൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക, എന്തെങ്കിലും സമ്മാനം കൊടുക്കുക എന്നുള്ളൊരു ചിന്തയിലാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 ഉറുപ്പ്യൊക്കെ വേണം ഏകദേശം ഒരു പവൻ സ്വർണം മേടിക്കണമെന്നുണ്ടെങ്കിൽ ആഭരണമാക്കി മേടിക്കുമ്പോൾ. കാരണം 91,000 സ്വർണത്തിന്റെ വിലയുണ്ട്. പിന്നെ ആഭരണമൊക്കെ ആക്കുമ്പോൾ അതിന് പണിക്കൂലി അത് ഇത് ചപ്പ് ചവറ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ ലെവലുണ്ട്. പക്ഷെ ഇതിലൊക്കെ ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണവില നിയന്ത്രിക്കുന്നത് അമേരിക്കയാണെന്ന് പറയുന്നത്. അമേരിക്കയാണ് ആഗോള സാമ്പത്തിക നിയന്ത്രണം നടത്തുന്നത് എന്നാണ്. സംഭവം ശരിയാണോ തെറ്റാണോ എന്നല്ല. അമേരിക്ക ആയുധ കച്ചവടം നടത്തും എന്നുള്ളത് എനിക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് ന്യൂസിൽ കൂടി മറ്റുള്ളതൊക്കെ. കാരണം ഇപ്പൊ അവരൊരു രാജ്യത്ത് യുദ്ധം നടത്തിക്കുക എന്നിട്ട് അതിൽ ആയുധ കച്ചവടം നടത്തുക. ആയുധങ്ങൾ ആവശ്യമുള്ളവർക്കൊക്കെ വിറ്റഴിച്ചിട്ട് കാശ് നേടുക അല്ലെങ്കിൽ പണം സമ്പാദിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ ആഗോള സ്വർണ്ണ വിപണി നിയന്ത്രിക്കുന്നത് അമേരിക്കയാണെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ അറിയുന്നവർ കമന്റിൽ അറിയിക്കുക. ഏഹ് ലോക വിപണിയെ ലോക കച്ചവട വിപണിയെ നിയന്ത്രിക്കുന്നത് അമേരിക്ക എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം പല GST, GST, മാസ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം 2,00,000 വരെ ആവും എന്നാണ് പറയുന്നത്. ഒരു പവന് 2,00,000 രൂപ. ഒരു പവന് 2,00,000 ആവാന് വളരെ ചുരുങ്ങിയ സമയം. എനിക്ക് തോന്നുന്നു ഒരാഴ്ചയുടെ ഉള്ളില്. ഒരാഴ്ചയുടെ ഉള്ളിലാണ് സ്വർണം ഈ നിലക്ക് ഇങ്ങനെ ടപ്പ് ടപ്പ് ടപ്പട്ടേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂടിയത്. ഒരു രീതിക്കും സ്വർണത്തിന്റെ വില താഴുംന്ന് വിചാരിക്കണ്ട. പല കമ്പനിക്കാര് പല പരസ്യങ്ങളും കണ്ട്. സ്വർണ്ണവില താഴാൻ പോകുന്നു, സ്വർണ്ണവില ഇടിയാൻ പോകുന്നു, സ്വർണത്തിന്റെ ഇതങ്ങനെ മല കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഒരു ഖനി കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സ്വർണത്തിന് ഒരു വിലയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതൊക്കെ ഫേക്കാണ്. സ്വർണ്ണവില താവുന്നൊരു പ്രതീക്ഷയും വേണ്ട. കാരണം ഓരോ ദിവസം ചെല്ലുംതോറും അതൊരു എന്താ പറയാ ബാങ്കിൽ ഇടുന്നതിനെക്കാട്ടും കൂടുതൽ കാശാണ് ഇപ്പൊ സ്വർണം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചുപറി മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടാനൊരു സാധ്യത ഒരുപാടാണ്. ഗ്രാം സ്വർണം 11,000 ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുറത്തൊക്കെ ഈ സ്വർണ്ണാഭരണങ്ങളും മറ്റുള്ളതൊക്കെ ആയിട്ട് പോകണ സമയത്ത് വൻ പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഈ കള്ളന്മാരും കൊള്ളക്കാരും പിടിച്ചുപറിക്കാരൊക്കെ ഇത് തക്കം പാർത്തിരിക്കുകയാണ്. കാരണം 1 ഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എന്താണ് 11,000 12,000 വില കിട്ടുന്നുണ്ട്. അപ്പൊ ആ ലെവലിൽ ഇവരൊക്കെ കണക്കൂട്ടൽ 1 ഗ്രാം സ്വർണം നഷ്ടപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇങ്ങനത്തെ വില കൂടിയ ആഭരണങ്ങൾ എന്നിട്ട് പുറത്തു പോവാതെ ശ്രദ്ധിക്കുക. കാരണം ജീവന് നല്ല ആപത്തായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാലം മാറിക്കൊണ്ടിരിക്കുന്നത്. 1 ഗ്രാം സ്വർണ്ണം ഇട്ട് കഴിഞ്ഞാലും 1 പവൻ സ്വർണ്ണം ഇട്ട് കഴിഞ്ഞാലും പിടിച്ചു പറിക്കണവനും കൊള്ളക്കാരനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് അടിച്ചു മാറ്റുന്നവനൊക്കെ എങ്ങനെയൊക്കെ സൂത്രത്തിൽ അത് അടിച്ചു മാറ്റും. നമ്മുടെ ജീവന് തന്നെ ആപത്താണ്. അപ്പൊ പരമാവധി ശ്രദ്ധിക്കുക. സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുന്നതാണ് പോലെ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ മുന്നോട്ട് കുതിക്കുകയാണ്. അപ്പൊ പരമാവധി എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ജീവൻ കളയേണ്ട അല്ലെങ്കിൽ ജീവൻ പോകുന്ന അവസ്ഥയിലേക്ക് ഒരു കാരണവശാലും എത്താതിരിക്കട്ടെ. സ്വർണത്തിന്റെ വിപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 ഗ്രാമിന് 11,000 12,000 വരുമ്പോൾ ഒരു 8 ഗ്രാമിന് 91,000 92,000 ഒക്കെ വരുന്ന രീതിയിലായി കാര്യങ്ങൾ. ഇനി 2,00,000 രൂപയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയ ലെവൽ കൊണ്ട് 2,00,000 രൂപയിലേക്ക് എത്തുമെന്നാണ്, ചുരുങ്ങിയ ദിവസം കൊണ്ട് എത്തുമെന്നാണ് പറയുന്നത്. സംഭവം വളരെ കറക്റ്റ് തന്നെയാണ്, വളരെ ശരി തന്നെ ആവും. കാരണം അത് ഇല്ലാതിരിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല. കാരണം വിപണി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വർണ്ണ വിപണി. അമേരിക്കയിലൊക്കെ സ്വർണ്ണങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ട് അവർ സൂക്ഷിക്കുകയാണ്. കരുതൽ നിക്ഷേപം. അതെ, അതെ. കരുതൽ നിക്ഷേപമായിട്ടാണ് പലരും സ്വർണം വാങ്ങിയിട്ട് സൂക്ഷിച്ചു വെക്കുന്നത്. കാശുള്ളവർക്ക് എന്തും ആവാലോ എന്നുള്ള പറഞ്ഞ പോലെ. പക്ഷെ കാശുള്ളവർ കാശുണ്ടാക്കാൻ ശ്രമിക്കും. അത് സർവ്വസാധാരണമാണ്, സ്വാഭാവികമാണ്. അതിന്
ഒരു കാരണവശാലും കുറ്റം പറയുന്നില്ല, അല്ലെങ്കിൽ കുറ്റം പറയേണ്ട ആവശ്യമില്ല. കാരണം കാശുണ്ടാക്കണമെന്ന് കാശുള്ളവനും കാശില്ലാത്തവനും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആരെങ്കിലും ഉള്ളത് മതി എന്ന് പറഞ്ഞിട്ട് ഒതുങ്ങിക്കൂടി ജീവിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും. പക്ഷേ സമ്പാദിക്കുന്നത് സമ്പാദിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടം, അല്ലെങ്കിൽ ഒരു അരച്ചാ വയറിനുള്ള ഏഹ്, പണിയെടുത്ത് കാര്യങ്ങളിലേക്ക് അരച്ചാൻ വയറിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നു. അതൊക്കെ സർവ്വസാധാരണമാണ്. പണക്കാരൻ പണം ഉണ്ടാക്കാൻ ശ്രമിക്കും, പാവപ്പെട്ടവനും പണം ഉണ്ടാക്കാൻ ശ്രമിക്കും. പക്ഷേ പണക്കാരൻ കൂടുതൽ മുതൽ മുടക്കിയിട്ട് സമ്പാദിക്കും. അത് വലിയ തുക അവർക്ക് സമ്പാദ്യമായിട്ട് അല്ലെങ്കിൽ ലാഭമായിട്ട് കിട്ടും. പാവപ്പെട്ടവൻ ചെറിയ പണം മുടക്കിയിട്ട് അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യം വെച്ചിട്ട് പണിയെടുക്കുന്നു. അപ്പൊ അതിൽ തുച്ഛമായ വരുമാനം ലഭിക്കും. സർവ്വസാധാരണമാണ്. ഏ പക്ഷേ രണ്ടും രണ്ട് ലെവലാണെന്ന് മാത്രം. അപ്പൊ നമ്മ പറഞ്ഞു വന്നതെന്ന് സ്വർണത്തിന്റെ നിലവാരമാണ്. സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് പലരും പല പ്രതീക്ഷകളും പല ലെവലുകളൊക്കെ സ്വർണ്ണമൊക്കെ പണയം വെച്ചവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം എടുത്തിട്ട് അത് വിൽക്കണ്ട, വേഗം എടുത്ത് സൂക്ഷിച്ചോളി. കാരണം ഒരു പവൻ സ്വർണത്തിന് 20,000 രൂപ ഒക്കെ കിട്ടിയിട്ടും അല്ലെങ്കിൽ 30,000 രൂപക്കൊക്കെ പണയം വെച്ച ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് എങ്ങനെയെങ്കിലും എടുത്തിട്ട് വെക്കാൻ ശ്രമിക്കണ്ട. പരമാവധി സൂക്ഷിക്കാനും അതോ സംരക്ഷിക്കാനൊക്കെ ശ്രമിക്കുക. കാരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പാവപ്പെട്ടവരൊക്കെ പെട്ടെന്ന് ഇത് ലെവലായി കിട്ടുന്ന ഒരു പ്രതീക്ഷയും വേണ്ട. കാരണം സ്വർണത്തിന് ഇനിയും വില കൂടി 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 വരാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് ഭയങ്കര നഷ്ടം തന്നെയാണ്. കാരണം ഒരു പവൻ സ്വർണം ഇന്നത്തെ കാലത്ത് മേടിക്കണം എന്നുണ്ടെച്ചെങ്കിൽ 1,00,000 രൂപയൊക്കെ ഏകദേശം ആയി വരും, പണിക്കൂലി മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ കല്യാണ വീടുകളിൽ മറ്റുള്ള ഇപ്പോൾ ഓഫറുകളും കാര്യങ്ങളൊക്കെ പോലെ സ്വർണ്ണക്കടയിലുണ്ട്. അത് അഡ്വാൻസ് ആയിട്ട് 5,00,000 അല്ലെങ്കിൽ കൂടുതൽ സ്വർണം മേടിക്കണ്ടെങ്കിൽ 2,00,000 3,00,000 കൊടുത്തിട്ട് അന്നത്തെ റേറ്റിനനുസരിച്ച് തരുന്നു. അപ്പൊ മക്കളെ സമയം കളയണ്ട. ആരെങ്കിലും കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോളി. കാരണം ഇനി 2,00,000 റുപ്യൊക്കെ ആയിട്ടൊരു പവൻ സ്വർണം മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇന്ന് ഒരു പവൻ സ്വർണം മേടിക്കേണ്ട കാശ് കൊണ്ട് അതാ ഇനി കുറച്ച് കഴിഞ്ഞാൽ അരപ്പവൻ സ്വർണം ചിലപ്പോൾ മേടിക്കാൻ പറ്റിയത് വരുള്ളൂ. കാരണം ഇന്നത്തെ പോക്ക് അങ്ങനെയാണ്. അപ്പൊ പറഞ്ഞത് അമേരിക്കയാണോ അതിന്റെ പിന്നിൽ നിന്നുള്ളത് പല അഭിപ്രായങ്ങളും പല കോണിൽ നിന്ന് പലരും പറയുന്നുണ്ട്. അമേരിക്കയുടെ ആഗോള സാമ്പത്തിക സോഴ്സ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറയുന്നത് നേരാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല. അപ്പൊ അറിയാവുന്നവർ കമന്റ് ചെയ്യുക. കാരണം എണ്ണ കച്ചവടം അതുപോലെ തന്നെ പെട്രോളിന്റെ കച്ചവടം, ഈ പെട്രോളിന്റെ കച്ചവടം അതുപോലെ തന്നെ ഈ സ്വർണത്തിന്റെ കച്ചവടം, ഇതൊക്കെ ആയുധ കച്ചവടം ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അമേരിക്ക എന്ന് പറയുന്നത് ലോക പോലീസ് അമേരിക്ക ആണല്ലോ. അപ്പോ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ കിട്ടുന്ന കാര്യം എന്താ വെച്ചെങ്കിൽ 1 ഗ്രാമെങ്കിൽ 1 ഗ്രാം എടുത്ത് വെച്ചോ, കരുതൽ നിക്ഷേപമായിട്ട് അതവിടെ ഇരുന്നോട്ടെ. നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ടാറ്റ, ബൈ ബൈ, സീ യു.